ഇനി മേലാകാലം ഇത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓരോ വാപ്പാൻ്റെ അല്ലേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അതോട്ടൊക്കെയാണ്. ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് ഇവിടെ റാഹത്താണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാര്യമായിട്ട് കറക്റ്റായിട്ട് പറച്ചിലുണ്ട്. അതല്ലാതെ നമ്മുടെ വാട്സപ്പിലേക്ക് വോയിസിൽ മെസ്സേജിൽ വരുന്നവർക്ക് നമ്മൾ കറക്റ്റായിട്ട് റീപ്ലൈയും കൊടുക്കാറുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്. ഇപ്പം ഞാനൊരു 52 വയസ്സിന് താഴേക്കുള്ള ആളുകൾക്ക് സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവർ വേക്കൻസി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വയസ്സ് കൂട്ടി അടിക്കണ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് വിസക്ക് ചിലവുണ്ട് കേട്ടോ, പൈസക്ക് ചിലവുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നിക്കണു. അപ്പോൾ അയാളുടെ വീഡിയോയിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലിംസാണ് ഹിന്ദുസാണ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മതത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾ വാട്സപ്പിൽ വോയിസിൽ വന്ന സമയത്ത് ഇയാളുടെ പേര് ബിജുകുമാർ എന്നാണ്, ബിജുകുമാർ. അപ്പോൾ ഞാൻ അയാളുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ അങ്ങനെ തോന്നി എനിക്ക്, ബിജുകുമാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു എനിക്ക് 10-22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കുവൈത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മുസ്ലിംസ് അല്ലല്ലോ, നിങ്ങൾ ഹിന്ദു അല്ലേ, സൗദി അറേബ്യക്ക് ആണിപ്പോൾ വേക്കൻസി ഉള്ളത്, മുസ്ലിംസിനാണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇയാളോട് പറഞ്ഞത്. ഇയാൾ ഇങ്ങോട്ട് അപ്പോഴൊന്നും റീപ്ലൈ തന്നില്ല കേട്ടോ. ഇങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണു, ഇങ്ങനെ സൗദി അറേബ്യക്ക് ആണിപ്പോൾ ഉള്ളത് നിലവിൽ 52 വയസ്സായവർക്ക് 52 വയസ്സിന് താഴെയുള്ളവർക്ക് ഉള്ള വേക്കൻസി ആണത്. എന്നിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളെ പേര് ഹിന്ദു അല്ലേ, നിങ്ങളെ പേര് ബിജുകുമാർ എന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് കുവൈത്തിക്കില്ല സൗദിക്കാണുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മെസ്സേജ് അയച്ചിക്കണു. എന്തൊക്കെയാണ് തെറിയൊക്കെ പറഞ്ഞിട്ട് ഓനോൻ്റെ അച്ഛനെയും അമ്മനെയോ വിളിച്ചിക്കണമെന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, നമ്മളെ ബാധിക്കുന്ന സംഭവമേ അല്ലത്. ഇങ്ങോട്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്ര വലിയ മുസാഫിൻ്റെ നടുത്തൊക്കെ കണ്ടെന്നല്ല, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് പറിച്ചിട്ടുണ്ട് ഞാൻ. അത് നമ്മൾ ഈ കമൻറ്റ് കൂടി ഒന്നും മുണ്ടൂല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. പറ്റാത്ത ആളുകൾ എന്ന് പറയുന്നത് വെറുതെ വന്നിട്ട് ഇങ്ങനെ തെറി പറയണം. എനിക്ക് തെറി കൂടുതൽ പറയണ ഇഷ്ടമല്ല. പിന്നെ ഞാൻ തെറി പറയാമെന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ തെറി പറയുന്ന ആളുകളാകുമ്പോൾ നമ്മളത് ഓലെ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് ചെയ്യും. നമുക്ക് കൂടുതൽ തെറിനെ കുറിച്ച് നമുക്ക് അറിയാത്തതോട്ടാണ് നമ്മൾ ഓലെ ബ്ലോക്ക് ചെയ്ത് പോകുന്നത്. നമുക്ക് താല്പര്യമില്ല അതിനെക്കുറിച്ചിട്ട്, അങ്ങനത്തെ ആളുകളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഈ ചൊറിഞ്ഞ് വരുന്ന ആളുകളെ നമ്മൾ ഇങ്ങനെ ചെയ്യലാണ്, ബ്ലോക്ക് ചെയ്യലാണ്. ഇങ്ങോട്ട് ഭയങ്കര ഭീഷണിയാണ്. എൻ്റെ വീട് മലപ്പുറത്തല്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്തിനാ വരുന്നതെന്ന് അവനെ ഇങ്ങോട്ട് വരട്ടെ വന്നാ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അവനോട്. വരുന്ന സമയത്ത് പറയാൻ പറഞ്ഞിക്കുക, അപ്പോൾ ഇട്ടുതരാറിനിക്കുക. ഇപ്പം നിലവിൽ സൗദിയിലാണ് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ ഇവനക്കിപ്പോൾ എല്ലാ പ്രശ്നം എന്താ പറയുക, ഈ തന്തയ്ക്കുള്ള പ്രശ്നം എന്താ അറിയോ, 52 വയസ്സായിക്കണു, എവിടെയും കിട്ടൂല, എവിടെ കൊടുത്താലും കുവൈത്തിക്കും ഖത്തർക്കും ഒന്നും കിട്ടൂല. അപ്പോൾ ഇത് പോകാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ദേഷ്യം നമ്മളോട് എടുക്കുക, അതാണ് ഇപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത്. അപ്പം ഇങ്ങനെയൊക്കെ ചില ആളുകൾ കേട്ടോ, ഒരു 100-ൽ 2-3% ആളുകൾ മാത്രം, വേറെ ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ വാട്സപ്പിലേക്ക് എത്ര ആളുകൾ മെസ്സേജ് അയക്കലുണ്ട്. ചില മെസ്സേജ് നമ്മളിപ്പോൾ വേക്കൻസി ആയ മെസ്സേജുകളൊന്നും ഞാൻ ചിലപ്പോൾ നോക്കലില്ല കേട്ടോ. വേക്കൻസി ഇപ്പോൾ ചിലപ്പോൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വല്ല കഫാല വേക്കൻസിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് സംഭവം ചിലപ്പോൾ ആളാവും. പിന്നീട് അത് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ചില ആളുകൾ മെസ്സേജ് അയക്കുക. അത് പിന്നെ ആ വേക്കൻസിക്ക് ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. പിന്നെ അതിൻ്റെ മുമ്പ് വേറെ വേക്കൻസികളൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും മെസ്സേജ് എടുത്ത് നോക്കലില്ല. എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് നിങ്ങൾക്കൊരൊറ്റ ആൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. പക്ഷേ എനിക്കങ്ങനല്ല, എനിക്ക് മെസ്സേജ് വന്നവർക്കൊക്കെ ഈ വലുത് കേട്ടിട്ട് റീപ്ലൈയും കൊടുക്കണം. ഓരോട് അങ്ങനെ വേക്കൻസി ഇല്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വോയിസ് എന്നുണ്ടെങ്കിൽ അറിയിക്കൊണ്ടു എന്നിട്ടുള്ള വോയിസ് ആക്കാരം, പിന്നെ അതിനും റീപ്ലൈ കൊടുക്കാം. അങ്ങനെ റീപ്ലൈ കൊടുത്ത് ആ ഒരു സമയം വേസ്റ്റ് ആവുകയാണ്. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ വേക്കൻസി ആയിക്കഴിഞ്ഞാൽ മെസ്സേജ് നോക്കലില്ല, അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇയാൾക്ക് ഇത്ര വയസ്സായിക്കണു. അപ്പോൾ അയാൾ ഒരു വള്ളപ്പുറത്താണ് സംഭവം. അയാളെ സംസാരമൊക്കെ കേട്ടിട്ട് രാത്രി നാട്ടിലത്തെ 10 മണി സമയത്തുമാണ് ഇയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭയങ്കര തെറി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പെരക്കാരോട് പോയി പറഞ്ഞു ഓലല്ലേ വെറുതെ ഇരിക്കണത്, നമുക്ക് പണിയുണ്ട് അങ്ങനെ എന്നോട് ഓനെന്താ പറയണ അറിയോ, ഇനി മേലാകാലം ഇത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓരോ വാപ്പാൻ്റെ അല്ലേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അതോട്ടൊക്കെയാണ് എനിക്ക് ഓനോട് വെറുത്തത്. അതായത് പിന്നെ തെറി പറഞ്ഞതോട്ടാണ്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കൊടുത്തോട്ടെ, പക്ഷെ തെറി എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചും തെറി പറഞ്ഞു, നമ്മൾ അത്ര നല്ല ആളല്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പൈസ കൊടുത്ത് പോരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ GCC ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണെങ്കിൽ സൗദിക്കൊക്കെ വേക്കൻസി കിട്ടും. ഓക്കെ, എന്നാൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മറ്റുള്ള ആളുകളുടെയും കൂടി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തെറി പറയുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഗുഡ് ബൈ.